ആ ചേട്ടാ റോയ് കേറിവാടാ കേറി വാ മാളു എന്തോ മാളു ഇങ്ങടി റോയ് വന്നേക്കുന്നു എന്തേ റോയോ അവന്റെ കല്യാണം വിളിക്കാൻ വന്ന അതേട്ടാ കല്യാണമൊക്കെയാ ചായ എടുക്കോ ചേട്ടന് മാരേജ് ലൈഫിലുള്ള കാഴ്ചപ്പാട് എന്താ? ടെൻഷൻ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. എൻ്റെ പൊന്നു മോനെ, അതിന് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരത്തില്ല. അതെന്താ അങ്ങനെ? ഞാൻ നിനക്ക് മനസ്സിലാകാൻ ഒരു എളുപ്പ രീതി പറഞ്ഞുതരാം. പണ്ട് സുരാജേട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ഈ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു മലയാള സിനിമ പോലെ. അതായത് നമ്മുടെ ഈ കല്യാണം ഉറപ്പിച്ച് ഈ കല്യാണം കഴിയുന്നത് വരെ ഒരു പ്രിയദർശൻ ടൈപ്പ് സിനിമയാണ്. അതായത് പാട്ടും കളിയും ചിരിയും കളർഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒമർ ലുലുവിന്റെ സിനിമ പോലെ. അത് ഞാൻ പിന്നെ എന്തൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് നാൾ പിന്നെ സത്യനന്ദിക്കാടിന്റെ ഒരു ടൈപ്പ് സിനിമ. അതായത് ഇണക്കങ്ങളും പിണക്കങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുടുംബ ചിത്രം പോലെ. ഓക്കെ അതങ്ങോട്ട് കഴിഞ്ഞ പിന്നെ അമൽ നീരജ് സിനിമയാണ്. അടിയും വെട്ടിയും പുകയും പിന്നെ ഈ പുറത്തുണ്ടൊക്കെയുള്ള കുട്ടക്കില്ലേ, അതൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ടൈപ്പില് ഇതൂടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിന്റെ കാലങ്ങളാണ്. ഗോപാലകൃഷ്ണൻ സിനിമ പോലെ രണ്ടിനെയും രണ്ട് സ്ഥലത്ത് കൊണ്ടിരുത്തി അവിടെ അങ്ങ് ഇരുന്നോളും. മിണ്ടലും ഇല്ല, പറച്ചിലും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു സമാധാനമുണ്ട്, അങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. നീ കണ്ടോ, ഇപ്പൊ അവള് ചായയായിട്ട് വരും, അപ്പൊ നീ ശ്രദ്ധിച്ചോ. ചായ വേണ്ട ചേച്ചി, കല്യാണം 28-ാം തീയതിയാ. ഞാനങ്ങ് പോവാ.